നമസ്കാരം, എല്ലാവർക്കും ഡിസംബർ ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എല്ലാ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം അല്ലേ. നമ്മുടെ ഡയറ്റിൽ എല്ലാ ന്യൂട്രിയൻസും നമ്മൾ ഉൾപ്പെടുത്തണം. അതിൽ വരുന്ന ഒരു ന്യൂട്രിയൻ്റാണ്, ഒരു മിനറലാണ് അയൺ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അയൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡിയിൽ. നമ്മുടെ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനും നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ അയൺ സഹായിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഏതൊക്കെ ഫുഡ് കഴിച്ചാൽ നമുക്ക് അയൺ നമ്മുടെ ബോഡിയിലേക്ക് എത്തും. നമുക്ക് വെറുതെ ഇരുമ്പ് കടിച്ച് തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അയൺ മിനറൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ നമുക്ക് അയൺ എത്തും. അപ്പോൾ ഏതൊക്കെ ഫുഡാണ്, ഏതെന്നൊക്കെയാണ് നമുക്ക് അയൺ കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നട്ട്സ്, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സിൽ ഡേറ്റ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈന്തപ്പഴത്തിൽ നല്ല ഒരു എമൗണ്ടിൽ തന്നെ അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡേറ്റ്സ് കഴിക്കുന്നത് എല്ലാ ദിവസവും ഒരു 2-3 ഡേറ്റ്സ് രാവിലെ വെറും വയറ്റി കഴിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ മടിയില്ല അവർക്ക് പാലിലരച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോമിലായിട്ട് ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ അത്തിപ്പഴം, ഫിഗ് കേട്ടിട്ടുണ്ടാവും. ഇതും ഡ്രൈ ഫ്രൂട്ട്സിൽ വരുന്നതാണ്. അതും ഭയങ്കര അയൺ റിച്ച് സോഴ്സാണ്. മൂന്നാമത്തെയാണ് നമ്മുടെ കറുത്ത മുന്തിരി ഉണക്കിയത്, ബ്ലാക്ക് റേസിൻസ്. അത് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേന്ന് രാവിലെ ആ വെള്ളവും ആ മുന്തിരിയും കഴിക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ അയൺ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണത്. ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ ശർക്കര. ഈ ശർക്കര നമുക്ക് ഈ ഭക്ഷണ സാധനങ്ങളിൽ നമ്മളിപ്പോൾ അടയുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പായസം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് വെറുതെ ശർക്കര കഴിക്കാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡാണ്, നമ്മളിപ്പോൾ ഒരു ബ്ലോക്ക് ശർക്കര എടുക്കും. ഒരു ബ്ലോക്ക് ശർക്കര 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി ബോയിൽ ചെയ്ത് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ വെള്ളം നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നതിന് പകരം ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ബോഡിക്ക് അയൺ കിട്ടും. അതുപോലെ ഈ ശർക്കരയുടെ കൂടെ നമ്മുടെ ഈ കപ്പലണ്ടി, നമ്മുടെ പീനട്ട്സും ഭയങ്കര അയൺ റിച്ച് സോഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ കപ്പലണ്ടി മിഠായിയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഐറ്റംസ്, അതായത് ശർക്കരയും പീനട്ട്സും ഉള്ള എന്തെങ്കിലും ഫുഡ് റെസിപ്പീസൊക്കെ നമ്മുടെ ബോഡിയിൽ അയൺ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഫുഡാണ്. പിന്നൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കറുത്ത എള്ളാണ് കൂടുതലും അയൺ റിച്ച് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ എള്ളുണ്ട അല്ലെങ്കിൽ എള്ളുകൊണ്ട് ഉണ്ടാക്കുന്ന വേറെ എന്തെങ്കിലും ഫുഡെല്ലാം ഈ അയണിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ ശർക്കരയിൽ അയൺ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ കരിമ്പിലും അയൺ ഉണ്ടായിരിക്കും. കരിമ്പിൻ ജ്യൂസ് അല്ലെങ്കിൽ കരിമ്പിൻ ജ്യൂസ് കൊണ്ട് ഉണ്ടാക്കി വേറെ എന്തെങ്കിലും പ്രൊഡക്ട്സ് എല്ലാം അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റമാണ്. വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബീട്രൂട്ടിൽ നല്ലൊരു എമൗണ്ട് അയൺ ഉണ്ട്. അതുപോലെ ഫ്രൂട്ട്സിൽ പോംഗ്രാനൈറ്റ്, നമ്മുടെ മാതള നാരങ്ങ എന്ന് പറയുന്ന, അനാർ എന്ന് പറയുന്ന ആ ഫ്രൂട്ടിലും കൂടുതലും അയൺ അടങ്ങിയിട്ടുണ്ട്. ഇനിയും ഞാൻ ഇതുപോലുള്ള ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.